അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ? മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ? മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതക മാണിക്യമണിയാണോ? അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. പൂമണിമാരൻ്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്നൊരു പൂവാണോ? പൂമണിമാരൻ്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്നൊരു പൂവാണോ? കനിപോലും ഈശ്വരൻ അഴകിൻ്റെ പാലാഴി കനിപോലും ഈശ്വരൻ അഴകിൻ്റെ പാലാഴി കടഞ്ഞെടുത്ത മൃഗാണോ? അനുരാഗഗാനം പോലെ അഴകിൻ്റെ അഴ പോലെ ആരു നീ ദേവതേ. എന്തോ പാട്ട് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നോ? കുറച്ച്. ഓക്കെ ചേച്ചി. നിവേദിത അറിഞ്ഞ് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. ശരിക്കും കാണുമ്പോൾ ഇത്രയും ഒരു കുഞ്ഞു കുട്ടി പാടുന്ന മാതിരി തോന്നിയില്ല. വളരെ കാഷ്വൽ ആയിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അനുരാഗഗാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ ആക്കി ഭയങ്കര കോൺഫിഡൻസ്. ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ലേ, അത് കാണായിരുന്നു മുഖത്ത്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ആസ്വദിച്ച് പാടി, അസലായി പാടി മോനെ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു പെർഫോമൻസ്. പ്രത്യേകിച്ച് അവിടെ ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഫൈൻ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണെങ്കിൽ പോലും ആ ഫീലിൻ്റെ അകത്ത് അതെല്ലാം ഒതുങ്ങി. നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. മോൻ്റെ ആ മുഖത്തുള്ള കോൺഫിഡൻസും പാടുന്ന രീതിയൊക്കെ. പിന്നെ ഈ പാട്ടിനകത്ത് ഓൾറെഡി ഒരു സോൾ, ഒരു ആത്മാവുണ്ട്. അത് അത്രയും മനോഹരമായൊരു കോമ്പോസിഷനാണ്. വരികളായാലും സംഗീതമാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പോസിഷൻ. അതിൻ്റെ 90% ഓൾറെഡി ആ പാട്ടിലുണ്ട്. അത് മനോഹരമായിട്ട് ഓർക്കസ്ട്ര മോനെ സപ്പോർട്ടും ചെയ്തു. ഗംഭീരമായിട്ട് അവർ വായിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും ആസ്വദിച്ചു മോൻ്റെ ആ കുഞ്ഞു ശബ്ദത്തിൽ, കുരുന്ന മനസ്സിൽ നിഷ്കളങ്കമായ ഒരു പ്രണയം. അറിയാതെ പോലും അത് അറിഞ്ഞ പോലെ പാടി. മനോഹരായിരുന്നു. റിയലി എന്നൊക്കെ ഞാനാണോ അത്? സൂപ്പർ ആയിരുന്നു മോൻ. ഇതിൽ ഞാൻ ആകെപ്പാടെ എനിക്ക് കേട്ടതിൻ്റെ ആണോന്ന് അറിയില്ല. ഈശ്വരൻ എന്നാ ഞാൻ കേട്ടത്. ഈശ്വരൻ എന്നല്ലേ?
ഈശ്വരൻ. ആ ഈശ്വര. ഈശ്വരൻ. അതിന് പകരം നീ ഈശ്വരാന്ന് പാടിയ മോനെ. ഇല്ല, ഞാൻ എനിക്ക് കേട്ടപ്പോ തോന്നിയില്ല. അല്ല എനിക്ക് കേട്ടപ്പോഴാ തോന്നിയത്. നിനക്കല്ല തോന്നിയ, ചേച്ചിക്കാ തോന്നിയേ. എന്തായാലും നന്നായി. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ചേട്ടാ, മഞ്ചരി പറഞ്ഞ പോലെ തന്നെ ബാബുക്കയുടെ പാട്ടുകൾ പഠിച്ച് വന്ന് പാടാൻ നിൽക്കുമ്പോൾ തന്നെ പകുതി സേഫായി കഴിഞ്ഞു. ആ പാട്ടിലുള്ള സോള് എന്തായാലും അവർ പഠിച്ചേ പറ്റൂ. പിന്നെ ബാക്കി വരുന്ന എറേഴ്സൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നിവേദിൻ്റെ ശബ്ദം, എനിക്ക് അവൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഇഷ്ടപ്പെട്ടത്. മൈക്ക് പിടിച്ചിരിക്കുന്ന രീതിയും ഇടയ്ക്ക് ഷോസ് എടുക്കാൻ വേണ്ടി മൈക്ക് മാറ്റുന്ന രീതിയും, അതിലൊരു ജസ്റ്റിലൊരു എന്തൊരു സംഭവമുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. അത് ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും പാട്ടിനേക്കാളും മുന്നേ അത് ഞാൻ പറയട്ടെ. പിന്നെ ഫീല് എന്തൊക്കെയാണോ ആ പാട്ട് കൊണ്ടുവരേണ്ട ഫീൽ അതെല്ലാം നീ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എസ്പെഷ്യലി അനുപല്ലവിയിലെ മലരാണോ മണിയാണോ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നീ എടുത്തതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചരണത്തിലും ആ പോർഷൻസൊക്കെ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്തു. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ലിപ്സ് പോലെ, സ്ലിപ്പല്ല, കൃത്യമായിട്ട് സംഗതി വീഴാതെ പോയിട്ടുണ്ട്. അത് വേണം നമുക്ക് തോന്നിപ്പോവും ഇത്തരം പാട്ടായതുകൊണ്ട്. അത് കുഴപ്പമില്ല, അത് എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. ആസ് എ ഹോൾ ആ പാട്ട് കൺവേ ചെയ്യേണ്ട ഫീല് കൺവേ ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും നേരം നമ്മൾ പ്രണയം 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 എന്നുള്ള വേർഡ് എഗെയിൻ ആൻഡ് എഗെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. അതിൻ്റെ കാരണം ആ പ്രണയം നമുക്ക് എല്ലാവർക്കും കിട്ടി എന്നുള്ളതാണ്, അറിഞ്ഞു പാടി എന്നുള്ളതാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോനെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. ശരത് സർ. മക്കളെ, എന്തോ? ഉഗ്രം പാട്ടടാ. ഇതാരാ പാടിയത്? ജയചന്ദ്രൻ സർ. ഓഹ് എൻ്റെ ദൈവമേ. പി ജയചന്ദ്രൻ സർ. ജയചന്ദ്രനോ? പി ജയചന്ദ്രൻ സർ. ശരി, ഞാൻ അത് കേട്ടില്ല. ചേട്ടനില്ലായിരുന്ന നന്നായി കേട്ടോ. മക്കളെ, അസാധ്യ ഒരു പാട്ട്. അത് ചേട്ടൻ അതിമനോഹരമായി പാടി വെച്ചിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ല. ഇതൊരു 100,000 വട്ടം ചേട്ടനെ നേരിട്ട് ഞാൻ ഇരുത്തി പാടിച്ചിട്ടുണ്ട് ഈ പാട്ട്. അവസാനം എന്താണ് ഇത്, എപ്പോഴും ഇത് ഞാൻ പറയും പാടി ചേട്ടാ. കാര്യം ചേട്ടൻ്റെ പാട്ട് പാടുന്നതിൽ ഇഷ്ടമല്ല, വേറെ വല്ലവരും പാടിയൊക്കെ പാടാനാണ് ഇഷ്ടം. ആ റാഫി സാബിൻ്റെ, മന്നാദെ, അതുപോലെ ദാസേട്ടൻ, ഇവരുടെയൊക്കെ പാട്ട് ഉണ്ട്. അതുപോലെ പി സുശീലാമ്മയുടെ പാട്ടൊക്കെ പാടാൻ അങ്ങ് ആഗ്രഹമാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് പാടി മക്കൾ കേട്ടോ. വളരെ എന്താ പറയണ്ടേ, ഇവരൊക്കെ പറഞ്ഞ പോലെ നീ മറ്റേ സോഫ്റ്റായിട്ടുള്ള ശബ്ദത്തിൽ പാടിയതുകൊണ്ട് അതിലൊരു മക്കൾക്ക് അറിഞ്ഞുകൂടാതെ ഒരു അനുരാഗം ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. ബ്യൂട്ടിഫുൾ. പിന്നെ എനിക്ക് ഈ ഇപ്പം നമ്മുടെ ഈ ചെക്കൻ പറഞ്ഞ പോലെ മക്കളുടെ ആ മൈക്ക് ഒരു ഭീകരമായിട്ടാണ് നീ മാറ്റുന്നത്. എങ്ങനെയാ അത്? ഭയങ്കര ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ പോയി വന്നു. ഒരു ഇച്ചിരിയൊക്കെ ആക്കിയാല് ഞാനല്ല, അതെന്താ ഹാരതി ഒഴിയുന്ന അതല്ല. നീ പാടിയാകട്ടെ. രജനീകാന്തോ? ഇത് ആരുടെ നോക്കടാ. അനുരാഗാനം പോലെ അഴകിന്റെ അങ്ങനെ തന്നെയാ പോലെ ആരു നീ ആരു നീ ദേവതേ. മക്കളെ, അതൊക്കെ കൊള്ളാം കേട്ടോ. പക്ഷെ ഒരു 5-6 പാട്ട് അടുപ്പിച്ച് പാടണമെങ്കിൽ നിനക്ക് ധന്വന്തരം കുഴമ്പ് മേടിച്ച് കഷത്തി തേക്കേണ്ടി വരും. വല്ല ആ പെണ്ണിന്റെ മോന്തി കിട്ടിയിരിക്കും. അനുരാഗാനം പോലെ അവരോട് കേസ് കൊടുക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണോ കാണിച്ചോ, മര്യാദക്ക് പാടിയാ മൈക്ക് പിടിക്കാറില്ലായിരുന്നു ചേച്ചി. ചേട്ടാ ആണോ? ആ, മൈക്ക് കൊണ്ട് അവൻ അഭ്യാസം കാണിച്ച് പാടി തുടങ്ങി. നന്നായിട്ട് പാടി. മക്കളെ, അപ്പം നമുക്ക് എനിക്കുള്ള ഒരു ഒറ്റ ഡൗട്ട്, അഴകിൻ്റെ അതൊന്ന് പാടിക്കേപ്പി വൃത്തിയായിട്ട്. അഴകിന്റെ അല പോലെ അത് ഒരു ആത്മാർത്ഥതയോടെ പാടടാ. ഇപ്പൊ അല്ലേ ഇതില് അത് ഒന്നുകൂടെ ചേർത്ത് പാടിക്കോ. അഴകിന്റെ അല പോലെ അല പോലെ പോലെ അഴകിന്റെ അല പോലെ അതൊന്ന് തെളിച്ച് വണ്ടർഫുൾ. അത് ഒരു ക്ലാരിറ്റി. അതുപോലെ മോനെ, ആരു നീ തിരിനി ദേവതേ, അതില്ലേ, നീ അത് പാടിയതേ ഇല്ല. അതൊക്കെടാ ഞാൻ പറഞ്ഞ ആ ദേവതയുടെ കാര്യമല്ല, അതിനു മുമ്പുള്ള കാര്യം. ദാരു നീ ദേവതേ
ആരു നീ 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 ദേവതേ. അത് പാട്ടിൽ പക്ഷെ ഞാൻ എനിക്കത് കേട്ടതായിട്ട് കിടക്കുന്ന എന്റെ മനസ്സിൽ ഇനി ചേട്ടൻ പാടി അങ്ങനെ കേൾപ്പിച്ചതാണോ എന്ന് അറിഞ്ഞൂടാ. ഞാനും എൻ്റെ പ്രതീക്ഷ എനിക്കത് അതെന്തോ ഒരു മിസ്സിങ് നിങ്ങൾ തോന്നിക്കൊണ്ട് എന്ത് കേട്ട് നോക്കേട്ടോ. കാര്യം അത് നല്ലൊരു ഐറ്റമാണ്. അതുപോലെ മക്കളെ, ആ മലരാണോ രണ്ടാമത്തെ മലരാണോ ഒന്ന് ഒരു ക്ലാരിറ്റിയോടെ നിർത്താമോ? മധുമാസം വിരിയിച്ച മധുമാസം വിരിച്ച മലരാണോ. അത് കുറച്ച് ക്ലാരിറ്റിയോടെ കേട്ടോ. ആദ്യം ഒരു മോൻ്റെ കയ്യിലത്. പിന്നെ മഴവില്ലൻ മഴവില്ലിൻ നാട്ടിലെ മോനെ മഴവില്ലിൻ നാട്ടിലെ തിരിരീരി അത് കണക്ട് ചെയ്യടാ. നാട്ടിലെ കരനീനി അങ്ങനെ ജാസ് ഇത് മൈക്കും എടുക്കുക നീ എൻ്റെ കേട്ടു പോകുന്ന വിചാരിച്ചിട്ട്. മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മക്കളെ ഇത് അതുപോലെ തന്നെ ഈ സെക്കൻഡ് ജനറൽ കനി പോലും ഈശ്വരൻ എന്ന് പറഞ്ഞല്ലേ മഞ്ചരി, അതും ഇങ്ങനെ തന്നെ ആയിരുന്നു. അത് മോനെ കണക്ട് ചെയ്യടാ. നീ ഇപ്പൊ പാടുമ്പോ കണക്ട് ചെയ്യുന്നുണ്ട്, പാടി വരുമ്പോഴേ കൊണ്ട് കളയുക. അത് കനി പോലും ഈശ്വരൻ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ കേൾക്കുന്നത്. ഈശ്വരൻ അഴകിന്റെ പാലാഴി കടഞ്ഞു കടഞ്ഞെടുത്ത അമൃതാണോ. അതൊക്കെ നല്ലതാ. പക്ഷെ ഈശ്വരനെ അവിടെ കൊണ്ട് ചുമ്മാ അവിടെ കൊണ്ട് ഇട്ടിട്ട് പോവരുത് കേട്ടോ. കനിപോലും ഈശ്വരൻ അഴകിൻ്റെ എന്ന് കണക്ട് ചെയ്യുമ്പോൾ അതിനൊരു സുഖമുണ്ട് കേട്ടോ. ഇത് മക്കളെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേൾക്കണം കേട്ടോ. അത്രേ ഉള്ളൂ ചക്കരെ, അല്ലാതെ നല്ല സുഖമായിരുന്നു കേട്ടോ. മനോഹരമായിട്ട് പാടി മക്കൾ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഈ പാട്ടിന്റെ വരികള് ശരിക്കും ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്ന അത്രയും സൗന്ദര്യം വർണ്ണിക്കുന്ന ഒരു പാട്ടാണ്. അത്ര മനോഹരമായിട്ട് ഇതേപോലെ ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാബുഖാന്റെ സംഗീതത്തിൽ അദ്ദേഹം വരികൾ എഴുതിക്കുമ്പോൾ പല ഹിന്ദി പാട്ടുകളിലും വന്നിരിക്കുന്ന തരത്തിൽ, വരി എന്നല്ല ഉദ്ദേശം, ആ തരത്തിലുള്ള പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു ഹിന്ദി ഒരു പാട്ടുണ്ട് ഇതുപോലെ. ഒന്ന് കേക്കട്ടെ. जुल्फे हैं जैसे कांधे पे बादल झुके हुए, आंखें हैं जैसे मैं के താങ്ക് യു ചേച്ചി. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ചേച്ചി. എനിക്ക് മോനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. 9. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ എന്തോ 8.7. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേട്ടാ, ഞാനിങ്ങനെ ബാബുക്കറ റൗണ്ടിൽ എൻ്റെതൊരു ഫോമാറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കമ്പയർ ചെയ്ത്. അപ്പോൾ ഞാൻ ആ ഒരു മാർക്കിംഗ് സ്കെയിലാണ് പോകുന്നത്. 8.5. താങ്ക് യു സർ. താങ്ക് യു. സോ ടോട്ടൽ 26.2.